ഇതൊരു നാടക പരീക്ഷണമാണ്, കുട്ടികൾ പങ്കെടുക്കുന്ന നാടകമാണ്. നിങ്ങളെ അത് വടി മുടങ്ങിയ കോപിഷ്ഠനായ സ്വാമി താപസി ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ പരിപൂർണമായ ബോധ്യമുണ്ട് ഈ നാടകം ചിലരെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമെന്ന്. അതീവ ശ്രദ്ധാലുവായാണ് ഈ നാടകം രചിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഉപനിഷത്തുകളുടെ, യക്ഷപ്രശ്നങ്ങളുടെ, മഹാഭാരതത്തിൻ്റെ, വേദോപനിഷത്തിൻ്റെ തത്വ സംഹിത നിങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന മട്ടിൽ ഉള്ള നാടകമാണ്. എന്നാൽ അതിൽ ഇന്നത്തെ ആധുനിക എല്ലാ എലിമെന്റ്സും ഉണ്ട്. കുട്ടികളാണ്, ആദ്യ പരീക്ഷണമാണ്. ഇടറാം, പതറാം, അടിപതറി വീഴാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആസ്വദിച്ച് കേൾക്കുന്ന വളരെ ക്വാളിറ്റിയുള്ള ഒരു പ്രേക്ഷക വൃന്ദത്തെ കിട്ടിയത് ഞങ്ങളുടെ അനുഗ്രഹം എന്നേ പറയാം. നേരത്തെ ടീച്ചറുടെ പാടുകയുണ്ടായി, പാടുമ്പോൾ സത്യം ശിവം സുന്ദരം. ഈ നാടകത്തിൻ്റെ കാത്, നാടകത്തിൻ്റെ മൂല്യം, നാടകത്തിൻ്റെ ആകെ തുക സത്യം ശിവം സുന്ദരം. ഞങ്ങൾ ഇതാ ഒരു മിനിറ്റ് കൂടെ എടുത്താൽ ഞങ്ങൾ നാടകം ആരംഭിക്കാം. രംഗസജ്ജീകരണത്തിന് വേണ്ടി എല്ലാവരും മലയാളികളാണല്ലേ? No one needs translation, nothing. This is going to be a very interesting one, enthralling one, and engaging one. വളരെ ചെറിയ അവൈലബിൾ ആയ പ്രോപ്പർട്ടി കൊണ്ട് ചെയ്യുമ്പോൾ ഈ നാടകത്തിൽ ഒന്നുമില്ലെങ്കിലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കാം. അങ്ങനെയൊന്നുമല്ല. കണ്ടു നോക്കൂ, ഒരു പരീക്ഷണം നമ്മൾ തുടങ്ങുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടക പരീക്ഷണം. നാടകം ആരംഭിക്കുന്നു. ഉത്തരായനം. വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? വല്ലാതെ വിയർത്തു. വല്ലതരം കാളിദാസ. കളി മതിയാക്കുമീതെ. ആളുകൾ ഇപ്പോൾ എത്തിത്തുടങ്ങും. വലിയ പരിപാടിയാണ് എന്നാണ് കേട്ടത്. ആളുകൾ ഇപ്പോൾ എത്തിത്തുടങ്ങും. സ്വാമി നേരത്തെ തന്നെ എത്തിത്തുടങ്ങും. ഫോട്ടോ കൊണ്ടുവരാൻ പോയ എന്റെ അച്ഛനും കാണുന്നില്ല. അത് പോട്ടെ, എന്നാ എന്ന അമ്പലത്തില് സ്വാമിയുടെ മുഖാമുഖം കേൾക്കാനാണോ? ഓ എന്റെ കാളിദാസ, അമ്മ പുതിയ സാരി വാങ്ങി. അത് കാണിക്കാൻ പറ്റിയ ഒരു ഫംഗ്ഷൻ ഈ അടുത്തെങ്ങും ഇല്ല. അപ്പോ അമ്പലത്തിൽ വരാമെന്ന് കരുതി കാണും. അത് കലക്കി. അപ്പോൾ അച്ഛനോ? പുതിയ കാർ വാങ്ങിച്ചത് കുറച്ചു പേര് കൂടെ കാണിക്കാൻ ബാക്കിയുണ്ട്. ഇന്ന് ധാരാളം പേര് വരുന്ന പരിപാടിയല്ലേ. ഇന്ന് നോക്കിക്കോ, വാട്സാപ്പ് സ്റ്റേറ്റസിലിട്ട് തള്ളു. ഭക്തി അമ്മയ്ക്ക്
സീരിയൽ തുടങ്ങിയാ പോകും. അച്ഛന്റെ സ്റ്റോക്ക് മാർക്കറ്റ് വീണാ വരും, ഉയർന്നാ പോകും. അത്ര തന്നെ. നിനക്കോ? എനിക്ക് അമ്പലത്തിൽ വരുന്നത് സന്തോഷമാണ്. ഈശ്വരനോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരമല്ലേ. അമ്മൂമ്മയും അപ്പൂപ്പനും കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സെൽഫിയും വേണ്ട, സ്റ്റേറ്റസും വേണ്ട, ഈശ്വരനും പ്രാർത്ഥനയും മതി. മിടുമിടുക്കിയാണല്ലോ മീര. എന്തായി അച്ഛന്റെ അസുഖം? എന്തായി ധനസമാഹരണം? ശരിക്കും പറഞ്ഞാ എന്റെ അച്ഛൻ ന്യൂ ഇയർ പാർട്ടി നടത്തുന്ന പൈസ മതി നിന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക്. പിന്നെ ഈ അമ്പലത്തിൽ നിന്റെ അച്ഛന് പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് വേഗം വലുതായാൽ മതി. ബാലനെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്തേനെ. വയ്യാത്ത അച്ഛനും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. നീ ഇപ്പോൾ അമ്പലത്തിൽ പ്രഭാഷണങ്ങൾ കേട്ട് കേട്ട് മിടുക്കനായിട്ടുണ്ടാവും. അത് പോട്ടെ, എവിടെ നിന്റെ അച്ഛൻ കണ്ണേട്ടൻ? ഈശ്വര, കാണാനില്ലല്ലോ. ഇന്ന് ആരാചരണം ചെയ്യാനുള്ള ഫോട്ടോ വാങ്ങാൻ പോയതാ. പൂവെട്ടി ഫോട്ടോ എത്തിയിട്ടില്ല. എന്റെ അച്ഛന്റെ ഒരു കാര്യം. ആനന്ദതീർത്ഥ സ്വാമികൾ ദേ ഇപ്പോഴിങ്ങ് എത്തും. അതാ പോയി, ഇതാ വന്നു. അല്ല, ഇതാരാ? മീരുട്ടിയാ? ഓ, പൂക്കൊണ്ടുവന്നതാവോ? വേഗം വേഗം. ആ പിന്നെ ഇന്ന് സ്വാമി ആനന്ദ തീർത്ഥനെ ആരാ പരിചയപ്പെടുത്തുന്നതെന്ന് അറിയാമോ? ആരാ? 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 ഞാനാ. ആരാ? ഈ ഞാൻ. കേൾക്കട്ടെ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നാട്ടുകാരെ, ഏതാനും നിമിഷങ്ങൾക്കകം അറിവിന്റെ പ്രകാശ ഗോപുരമായ വേദവിഹായസ് താണ്ടിയ പ്രഭാഷകനും സന്യാസിയുമായ സ്വാമി ആനന്ദ തീർത്ഥ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും. സ്വയം ഭൂ പോലെ വേദാശ്രമത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്വാമി ആനന്ദ തീർത്ഥയുടെ എന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുകയും തുടർന്ന് ഇതും പ്രഥമമായി തത്വപ്രശ്നോത്തരയും നടക്കും. ഓരോ ഉത്തരത്തിലും പടക്കിടികളാണ് സമ്മാനം. തെറ്റായ ഉത്തരം പറഞ്ഞാൽ ആ പടക്കിടിക്ക് തുല്യമായ തുക മത്സരത്തിൽ തോറ്റാളിൽ നിന്നും ഈടാക്കും. പ്രിയ ഭക്തജനങ്ങളെ,
ദയവായി നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക. മത്സരത്തിൽ പങ്കെടുക്കുക. അങ്കിളെ, നോക്കി വായിക്കുകയായിരുന്നില്ലേ? ഞാൻ കണ്ടു. നോ കള്ളനല്ല, കണ്ണൻ. നോക്കി വായിച്ച ഇപ്പൊ എന്താ കുഴപ്പം? ചികിത്സയ്ക്ക് പണം സമാഹരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ഈ പട്ടിണി പാവത്തിന് ഈ വേദിയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യം. ഇത് തന്നെ എന്റെ മകൻ എഴുതി തന്നതാ. അയ്യോ, അതാ സ്വാമി ഇങ്ങോട്ട് വരുന്നുണ്ട്. മൈക്കും സ്റ്റേജും പരിശോധിക്കാൻ വരുകയാണ്. കുറെ ആളുകളും വരുന്നുണ്ട്. ഞാൻ കൂട്ടെ. അതെ, സ്വാമി വലിയ ദേശക്കാരനാ. ആരാ? എന്തായി ഒരുക്കങ്ങൾ? കമ്മിറ്റിക്കാരെവിടെ? ഞാൻ കണ്ണദാസൻ. ഇപ്പോൾ ഇവിടെ താൽക്കാലിക ജോലിക്കാരനാണ്. അസുഖബാധിതനാണ്. ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കമ്മിറ്റിക്കാരിപ്പോൾ ഇങ്ങെത്തും. മുകളിലെ നിലയിൽ വിശ്രമിക്കാം. ഇത് മകനാണ്. എന്നെ സഹായിക്കാൻ. പിന്നെ ബ്രഹ്മശ്രീ പരമാനന്ദ തീർത്ഥ വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഛായാചിത്രം നാം തന്നെ അനാച്ഛാദനം ചെയ്യാം. അതുപോട്ടെ, ആരാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്? ഞാനാണ് സ്വാമി. ഇനിയിപ്പോൾ പ്രശ്നോത്തരിയും ഇയാൾ പങ്കെടുക്കുമോ? ലക്ഷങ്ങൾ കുറുക്കുവഴിയിൽ നേടാമല്ലോ, അല്ലേ? സ്വാമി, ഞങ്ങൾക്ക് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാമോ? കേമം, അച്ഛനും കേമം. ഇത് പ്രശ്നോത്തരിയാണ്. ആനന്ദതീർത്ഥൻ നടത്തുന്ന പ്രശ്നോത്തരി. വാദിക്കാനും ജയിക്കാനുമുള്ള പ്രശ്നോത്തരി. സ്വാമി, വാദിക്കാനും ജയിക്കാനുമോ? അറിയാനും അറിയിക്കാനുമല്ലേ? പൊറുക്കണം സ്വാമി. അവൻ അറിവില്ലാതെ എന്തോ. എന്തറിയില്ലാതെ ഇരിക്കാം. ഞാൻ ചോദിക്കാം. ആദ്യ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ 10,000 രൂപയുടെ പണക്കിഴി. ഇരിക്കാം. ആദ്യ ചോദ്യം ഇതാ. തത്വമസി, അത് നീ തന്നെയാകുന്നു. ആര്, ആരോട്, ഏതുപനിഷത്തിൽ പറഞ്ഞു? ഈ ശ്രീകോവിലിൽ കേട്ട പ്രഭാഷണങ്ങളുടെ വെളിച്ചത്തിൽ പറയാം. ചന്ദ്രഗിരു ഉപനിഷത്തിൽ ഉദ്ദാലകൻ തന്റെ മകനായ ശ്വേതകേതുവിനോട്
പറഞ്ഞ വാക്കാണത് സ്വാമി. ഓഹോ, കൊള്ളാം. വാട്സാപ്പുകളിൽ ഇതൊക്കെ വരുന്നുണ്ടാവും അല്ലേ? ഇനിയുള്ള ചോദ്യങ്ങൾ കടുകട്ടിയാവും. എന്തേ? എന്റെ ചെറിയ ബുദ്ധിക്ക് അനുസരിച്ച് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം സ്വാമി. അച്ഛനെ സഹിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം ആനന്ദം മറ്റേതിലുണ്ട്. ഹ, കൊള്ളാം. ഒറ്റ വാക്കിലുള്ള ഉത്തരമല്ല വേണ്ടത്. അടുത്ത ചോദ്യത്തിനുള്ള സമ്മാനം 15,000 രൂപയുടെ പണക്കിഴിയാണ്. അടുത്ത ചോദ്യം: ഭൂമിയേക്കാൾ ഭാരമേറിയത് ആർക്കാണ്? ആകാശത്തേക്കാൾ ഉയർന്നത് ആരാണ്? വായുവിനേക്കാൾ വേഗതയുള്ളത് ആർക്കാണ്? പുല്ലിനേക്കാൾ കൂടുതലുള്ളത് എന്താണ്? ഭൂമിയേക്കാൾ ഭാരമേറിയത് എന്റെ അമ്മയ്ക്കാണ്, അതായത് മാതാവിന്. ആകാശത്തേക്കാൾ ഉയർന്നത് എന്റെ അച്ഛൻ, അതായത് പിതാവ്. എന്റെയും സ്വാമിയുടെയും മനസ്സിനാണ് ഏറ്റവും കൂടുതൽ വേഗത. പിന്നെ പുലിനേക്കാളും കൂടുതലുള്ളത് ചിന്തകളാണ് സ്വാമി. മിടുക്കൻ. ഇന്നാ പിടിച്ചോ പണക്കിഴി. അടുത്തത് 20,000 രൂപയുടെ പണക്കിഴി. ചോദ്യം ഇതാണ്: ഉറങ്ങുമ്പോൾ കണ്ണുകൾ അടയ്ക്കാത്തത് ആര്? ജനിച്ചിട്ട് അനങ്ങാത്തത് എന്ത്? ആർക്കാണ് ഹൃദയമില്ലാത്തത്? സ്വന്തം വേഗത കൊണ്ട് വർദ്ധിക്കുന്നത് എന്ത്? ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നത് മീനുകളാണ്. പക്ഷേ കണ്ണുകൾ അടച്ച് ഉറക്കം നടിക്കുന്നത് മനുഷ്യരാണ് സ്വാമി. ജനിച്ചിട്ട് അനങ്ങാത്തത് മുട്ടയാണ്. ദാനത്തിന്റെ കാര്യം വരുമ്പോൾ ജനിച്ചത് മുതൽ കൈകൾ അനങ്ങാത്ത ആളുകളുമുണ്ട് സ്വാമി. ഹൃദയമില്ലാത്തത് പാവയ്ക്ക്. ഹൃദയത്തിന്റെ പകരം പാല വെച്ച് പിടിപ്പിച്ച് ആളുകളാണ് കൂടുതൽ സ്വാമി. പിന്നെ സ്വന്തം വേഗത കൊണ്ട് വർദ്ധിക്കുന്നത് നദിയാണ്. പക്ഷേ ആർത്തിയുടെ ആക്സിലേറ്ററിൽ ചവിട്ടി വേഗത കൂട്ടി മൂക്കും കുത്തി വീഴുന്ന ആടുകളെ കണ്ടല്ലേ സ്വാമി ഇവിടെ എത്തിയത്. കൊള്ളാമല്ലോ. 10 വയസ്സിന്റെ നാവ് 10 മടങ്ങ് വിടുന്നു. പക്ഷെ ഉത്തരം ശരിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം. സമ്മാനം 25,000 രൂപയുടെ പണക്കിഴി. 4 ചെറു ചോദ്യങ്ങൾ. ധർമ്മത്തിന് ഒരേ ഒരു ആധാരം എന്താണ്? ഉദാരതയാണ് സ്വാമി. ഇതിന് ഉപനയൊന്നും ഇല്ലേ? ഉദരം മാത്രം നോക്കുന്ന ഈ കാലത്ത് എന്താ ഉദാരത സ്വാമി?
യശസ്സിന്റെ ഒരേ ഒരു ആധാരം ദാനമാണ് സ്വാമി. അതിപ്പോ പൈസ തന്നെ ആവണമെന്ന് ഇല്ലല്ലോ സ്വാമി. സ്വർഗത്തിനുള്ള ആധാരം സത്യം സത്യം ശിവം സുന്ദരം എന്നല്ലേ? സ്വർഗം ശരിക്കും കാലിയടിക്കത്തില്ലേ സ്വാമി? ആ സുഖത്തിന്റെ ഒരേ ഒരു ആധാരം സൽസ്വഭാവം ഭാവം മാത്രമുള്ള കാലമാണിത് സ്വാമി. സർവേശ്വര, ഇതെന്ത് പരീക്ഷണം! ഈ കൊച്ചു പയ്യൻ ഉത്തരം ശരിയാണ്. ഇതാ പണക്കിഴി. അടുത്ത 4 ചെറു ചോദ്യങ്ങൾ. തുക 30,000 രൂപ. തയ്യാറാണോ? ഞാൻ തയ്യാറാണ് സ്വാമി. എന്താണ് തപസ്? നിത്യം നിരന്തരമായ ശ്രദ്ധ, നന്നായി പഠിക്കുന്നതും പാടുന്നതൊക്കെ തപസ് തന്നെ. അതിന്റെ ലക്ഷണം പറയൂ. സ്വധർമ്മനിഷ്ഠ. അവനവന്റെ കാര്യം നോക്കിയാൽ. എന്താണ് ലജ്ജ? അരുതാത്തത് ചെയ്യാതിരിക്കും. അത്തന്നെ. മനുഷ്യർക്ക് അജയ്യനായ ശത്രു ആരാണ്? പറയട്ടെ? പറയണം. ഇതന്നെ. ദേഷ്യം, ക്രോധം അല്ലേ സ്വാമി? ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത അസുഖം. അത്യാഗ്രഹം, പിശുക്ക്, അസൂയ. മതി മതി. മോഹം, സ്വന്തം കടമ അറിയാതിരിക്കുന്നത്. മടി, സ്വന്തം കടമ ചെയ്യാതിരിക്കൽ. ഓഹോ, മാനം, രോഗിയായിട്ടും എന്റെ അച്ഛൻ സൂക്ഷിക്കാൻ ശ്രമിച്ചത്. ആത്മാഭിമാനം, ദുഃഖം, അറിവ് ഇല്ലാത്തതാണ് സ്വാമി ദുഃഖം. സ്വാമി 4 ചോദ്യം കഴിഞ്ഞു. അറിയാം. അടുത്ത ചോദ്യം 65,000 രൂപയുടെ പണക്കിഴിക്കുള്ളതാണ്. ഇത് തെറ്റിയാൽ ഇതുവരെ നേടിയ എല്ലാ പണക്കിഴികളും തിരികെ വയ്ക്കേണ്ടി വരും. തയ്യാറാണോ? പിന്നെ എന്താ
അഹങ്കാരം തോന്നിത്തുടങ്ങിയോ? അമൂർത്തമായ അജ്ഞാനമല്ലേ അഹങ്കാരം? അങ്ങനെ മുമ്പിൽ ഞാൻ ആരാണ്? സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു പുൽക്കുടി മാത്രം. അതവിടെ ഇരിക്കട്ടെ. പറയും, കിട്ടിയ 85,000 രൂപ കൊണ്ട് തൃപ്തിപ്പെടുന്നോ അതോ ഒന്നുമില്ലാതെ പോകുന്നോ? പ്രഭു, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. 1.5 ലക്ഷത്തിന് വേണ്ടിയാണ് ഞാനും എന്റെ അച്ഛനും കഷ്ടപ്പെടുന്നത്. ആ തുക കിട്ടിയാൽ ചികിത്സ വേഗം തുടങ്ങാം. തെറ്റി മുഴുവൻ നഷ്ടമായാൽ ഈശ്വരൻ നിശ്ചയം എന്ന് കരുതും. പക്ഷെ ഉത്തരം അറിയാൻ എനിക്ക് കഴിയുമല്ലോ. അറിയാനും അരിക്കാനുമല്ലേ ഈ വാദപ്രതിവാദം. ശരി, ഇതാ ചോദ്യം. എന്താണ് ആശ്ചര്യം? ദിവസവും എത്ര പേരാണ് മരിക്കുന്നതും എന്നിട്ടും ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നത് മരണമില്ലാത്തവരാണ് എന്നാണ്. ഇതിൽ പരം എന്താണ് ആശ്ചര്യം? ഞാൻ സഞ്ചരിക്കുന്ന ബസ് മാത്രം അപകടത്തിൽപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന പോലെ ഒരു മദ്യപാനി എനിക്ക് മാത്രം ലിവർ സിറോസിസ് വരില്ല എന്ന് വിശ്വസിക്കുന്നതിലും ഒരു സിഗരറ്റ് വലിക്കുന്ന അയാൾക്ക് മാത്രം ക്യാൻസർ വരില്ല എന്ന് വിശ്വസിക്കുന്നതിലും വലിയ ആശ്ചര്യം എന്താണ്? കാളിദാസൻ മോനെ, ഉത്തരം ശരിയാണ്. നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ആര് വരച്ചു എന്നറിയാതെ സ്വയംഭൂ എന്ന് കരുതുന്ന എന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യാനാണ് ഞാൻ വന്നത്. ദൈവത്തിന് അത്രമേൽ പ്രിയപ്പെട്ട ആളുടെ ചിത്രം ദൈവം തന്നെ വരച്ചു എന്നാണ് വിശ്വാസം. എന്റെ മുഖമാണ് ഈ ചിത്രത്തിൽ എന്ന് കേട്ടപ്പോൾ എന്നിൽ അഹങ്കാരം നിറഞ്ഞു. നീയാണ് അത് തീർത്തത്. വരൂ, നമുക്കിതിനെ ഒരുമിച്ച് ചെയ്യാം.
ദശവക്രന്റെ കഥ കേട്ടിട്ടുണ്ടോ കുഞ്ഞെ? ഇല്ല സ്വാമി. അടുത്ത തവണ ഞാൻ ആ കഥ പറയുമ്പോൾ നീ അടുത്തിരുന്ന് വേണം ആ കഥ കേൾക്കാൻ. നിന്റെ അച്ഛന്റെ അസുഖം വേഗം ഭേദമാവട്ടെ. വളരെ ലളിതമായി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ തത്വങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ ഒരു ചെറിയ ലഘുനാടകത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി കലാരൂപ ഈ നാടകം ഇവിടെ അവതരിപ്പിച്ചത് രാഗലയ മെലഡീസ് ഇതിലൂടെയാണ്. ആദ്യം അവർ ഭക്തിഗാനത്തിലൂടെ ഈ ക്ഷേത്രാങ്കണത്തിലെ എത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും